എൻ്റെ വർക്കിൻ്റെ കാർ വെട്ട് നമ്മൾ ടിന്നറിനകത്തിട്ട കഴിഞ്ഞ വീഡിയോ നമ്മൾ കാണിച്ചായിരുന്നു. നമ്മളത് എടുക്കുവാണ്, എടുത്തത് ക്ലീൻ ചെയ്ത് നമുക്ക് സെറ്റ് ചെയ്യുന്ന വീഡിയോ കാണിക്കാം. ടിന്നറായതുകൊണ്ട് കയ്യിൽ നിന്ന് ചിലപ്പം എല്ലാവർക്കും അത് പിടിക്കണമെന്നില്ല. നമുക്കത് കഴുകിയെടുക്കണം, നല്ലത് വൃത്തിയാകത്തുള്ളൂ. അതിനകത്ത് ചെറ്റ കിടപ്പുണ്ട്, അത് കത്തിക്കകത്ത് അത് കളഞ്ഞിട്ട് നമുക്ക് വേറെ പാത്രത്തിനകത്ത് വെച്ചിട്ട് അല്ല കളർ വേണ്ട, അത് അഴുക്കാണ്. കണ്ണിലൊന്നും വീഴാതെ നമുക്ക് ശ്രദ്ധിച്ച് ചെയ്യണം. അത് ജെറ്റുണ്ട്, ഇതെല്ലാം ക്ലീൻ ചെയ്ത് നമുക്ക് ചെറിയ ജെറ്റുമുണ്ട്. ഇത് നമുക്ക് ഡയറക്റ്റായിട്ടൊന്നും പെട്രോളിൽ കഴുകുന്നില്ല, അത് ആദ്യം കൊണ്ട് ഇത് വാഷ് ചെയ്തിട്ട് വരാം. ഇത് വെള്ളം കൊണ്ട് പൈപ്പ് ഓസ് കൊണ്ട് തന്നെ അടിച്ച് കഴുകിയിട്ട് വന്നിട്ട് നമുക്ക് പെട്രോൾ ക്ലീൻ ചെയ്യാം. നമ്മളൊന്ന് സർവീസ് സ്റ്റേഷനിൽ കൊണ്ട് നല്ല ഭംഗിയായിട്ട് കഴുകിയിട്ടുണ്ട്. ഇനി നമുക്ക് പെട്രോൾ ക്ലീൻ ചെയ്യാം. നമുക്ക് ആദ്യം ജെറ്റൊക്കെ ഏതൊരു ന്യൂസ് പേപ്പറൊക്കെ പിടിച്ചിടുക. അപ്പോൾ നമുക്ക് ഇതിനകത്ത് ഈ ന്യൂസ് പേപ്പറിനകത്ത് ഇടുമ്പോൾ ഗുണമെന്ന് പറഞ്ഞാൽ നമുക്ക് പെട്രോളൊക്കെ പെട്ടെന്ന് പിടിച്ചെടുക്കും. നമ്മൾ ഈ ജെറ്റിനകത്ത് കാർബണിനകത്ത് പെട്രോളൊക്കെ പെട്ടെന്ന് ഈ പേപ്പർ പിടിച്ചെടുക്കും. അതായത് നമ്മൾ ഇങ്ങനത്തെ പേപ്പർ ഇട്ട് ചെയ്യുന്നതായിരിക്കും നല്ലത്. കണ്ട ഭംഗിയായിട്ട് ക്ലീൻ ചെയ്യുക. ഇതൊക്കെ സെറ്റ് നമ്മൾ ചെയ്ത് വെച്ചേക്കും. അതിനകത്ത് ചെറിയ മേൽ പേപ്പറൊക്കെ നമുക്ക് തരിയുള്ള വേണ്ട, തരി കുറഞ്ഞ് നമുക്ക് ഇതൊക്കെ ചെറിയ നൈസ് പേപ്പർ എടുക്കുക. ഈ സൈഡിലൊക്കെ ഇങ്ങനെ പിടിക്കുക, ജെറ്റിൻ്റെ സൈഡിലൊക്കെ കറക്കുക. ഇങ്ങനെ പിടിച്ചില്ലെങ്കിൽ നമുക്ക് ഉണങ്ങുമ്പോൾ വീണ്ടും അത് ഇപ്പോഴത്തെ പെട്രോളിൻ്റെ ആണ് ഇതെല്ലാം കാണിക്കുന്നത്. ഭംഗിയായിട്ട് ക്ലീൻ ചെയ്യുക. ഹോളുകൾ നമുക്ക് എപ്പോഴും ഇതിനകത്ത് കൊടുത്തേക്കുന്ന എല്ലാ ഹോളും നമുക്ക് ഒരടവും വരരുത്. കണ്ടത് ഇങ്ങനെ പോകണം. ഈ സൈഡ് ഇങ്ങനെ പൊത്തി പിടിച്ചിട്ട് ഇതിലേക്കൂടെ ഇങ്ങനെ നമ്മൾ പുഷ് ചെയ്ത് വിടുമ്പോൾ അറിയാം. കണ്ടത് ഇങ്ങനെ എല്ലാം പോവും. എന്നിട്ട് അതിനൊരു കേബിൾ നമ്മൾ വയറിൻ്റെ കനം കുറഞ്ഞ കേജ് വയറിൻ്റെ കേജ് നമ്മൾ ഇതിലേക്കൂടെ ഇങ്ങനെ എടുത്ത് എല്ലാ വണ്ടിക്കും ഇങ്ങനെ തന്നെ ക്ലീൻ ചെയ്യുന്നത്. നമുക്ക് പ്രത്യേകിച്ച് ഒന്നും കണ്ടില്ല. ഇങ്ങനെ എടുക്കുക, ഇങ്ങനെ ഇട്ട് ഇങ്ങനെ കറക്കുക. കറക്കുമ്പോൾ ഇതിൻ്റെ സൈഡിൽ ഇരിക്കുന്ന എന്തെങ്കിലും ക്ലാവോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കറക്കിയാൽ ഭംഗിയായിട്ട് ക്ലീൻ ചെയ്തെടുക്കുക. ഈ ഹോൾ അടവുണ്ടോ നോക്കുക. ചെറിയ ചെറിയ ഹോളുകളുണ്ടെങ്കിൽ ഇതെല്ലാം നമുക്ക് കുത്തി ഒന്ന് ക്ലീൻ ചെയ്ത് അതൊക്കെ നമ്മൾ ക്ലീൻ ചെയ്ത് വലിയ ഹോളുകൾ നമ്മൾ ഇതൊക്കെ കുത്തി ക്ലീൻ ചെയ്ത് എടുക്കുക. അതേപ്പോൾ അതൊക്കെ കാണിക്കുന്ന ഉള്ള അടവോ കാര്യങ്ങളുണ്ടെങ്കിൽ ഞാൻ കുറഞ്ഞ ഇതൊക്കെ ഞാൻ മാറ്റി വെച്ചേക്കും ഇങ്ങനെ ആവശ്യത്തിന് വേണ്ടി. ഇതൊക്കെ വേണ്ട ഈ ചെറിയ ഹോളുകൾ ഇങ്ങനെ ഒരുപാട് കറക്കണ്ട. അതിൻ്റെ സൈഡിൽ പറ്റിയിരിക്കുന്നതൊക്കെ ഒന്ന് ചെറുതായിട്ട് കനം കുറഞ്ഞ കേബിൾ നമുക്ക് കാണുമല്ലോ, അതൊക്കെ ചെറുതായിട്ടൊന്നിങ്ങനെ കറക്കി ചെറുതായിട്ട് എല്ലാ ഹോളുകളും ചെറുതായിട്ടൊന്ന് ഇറക്കി പ്ലെയർ എടുത്തിട്ട് ചെറുതായിട്ടൊന്ന് ഇതിനകത്ത് ഇങ്ങനെ ചെറുതായിട്ട് എല്ലാം മാവ് ഉണക്ക് ഇങ്ങനെ ഇതിനകത്ത് ഇരിപ്പുണ്ട്. അതാണ് നിങ്ങൾക്ക് വീഡിയോയ്ക്ക് അത് കാണുമോ എന്ന് അറിയാൻ വയ്യ. ചെറുതായിട്ടൊന്ന്
ഒന്ന് കറക്കി കറക്കി എല്ലാ ഹോളിനകത്തും ചെറുതായിട്ടൊന്ന് കറക്കിയിട്ട് നമുക്കത് ചെറിയൊരു വാളത്തുണ്ട് കൂടി ഇതിനകത്ത് ചേർത്തിട്ടുണ്ട്. ആഷ ബ്ലേഡ് അതിനകത്ത് ഈ സൈഡിലൊക്കെ ഇരിക്കുന്ന സൈഡിനകത്തൊക്കെ കണ്ടില്ലേ കറുപ്പാട്ട് സൂം ചെയ്ത് കാണിച്ചവനെ ചെറുതായിട്ടിങ്ങനെ അതിനകത്തിരിക്കുന്ന ക്ലാവുകൾ കണ്ട ഇത് ക്ലിയറായിട്ട് കാണിക്കുവാണ്. ഇങ്ങനെ ചെയ്യണം. ആ വാട്ടർ പേപ്പർ കൊണ്ട് ചെറുതായിട്ടത് പിടിച്ചെന്ന് അപ്പോൾ ആ ക്ലാവും കാര്യങ്ങളും കൂടാതെ അക്ഷ ബ്ലേഡ് കൊണ്ട് അത് ചെറുതായിട്ട് ഇങ്ങനെ ആകുമ്പോൾ അതിനകത്തുള്ള ക്ലാവും കാര്യങ്ങളൊക്കെ പോകും. എന്നിട്ട് നമ്മളത് നല്ല ഭംഗിയായിട്ട് കഴുകി വയ്ക്കുക. ഇതേ സെയിം തന്നെ ഇതും നമുക്ക് ചെയ്യുക. ഇത് നമുക്ക് അതിനൊക്കെ തന്നെ പേപ്പർ ഇട്ടത് പിടിക്കുക. ഇതെല്ലാം ഞാൻ സെറ്റ് ചെയ്ത് ഈ പാത്രത്തിൽ വെച്ചിട്ടുണ്ട് ചെറിയൊരു ട്രൈക്കകത്ത്. നമുക്ക് ഓടിപ്പോകണ്ട, കാരണം ക്ലീൻ ചെയ്യാൻ വരുമ്പോൾ നമുക്ക് ഓടിപ്പോകേണ്ട ആവശ്യമില്ല. അത് ഇളക്കാനുള്ള എല്ലാ ബ്രഷുകളും കാര്യങ്ങളെല്ലാം ഉണ്ട്. ഇത് അതിനൊക്കെ തന്നെ നമുക്കിങ്ങനെ കണ്ടില്ല അതിൻ്റെ ക്ലാവൊക്കെ പോകുന്നുണ്ട്, അഴുക്കൊക്കെ പോകുന്നുണ്ടല്ലേ. അതാണ് അഴുക്കൊക്കെ പോകുന്നുണ്ട്. ഇത് വെച്ചിട്ടുണ്ടെങ്കിൽ ചെറുതായിട്ട് ഇങ്ങനെ ഒന്ന് കറക്കിയാൽ മതി. ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ക്ലീൻ ചെയ്ത് ഉണങ്ങിയാലും അതിനകത്തുള്ള ക്ലാവൊക്കെ പോകും. എത്ര പോകാൻ പറ്റും അത്രയും പോകും. തിരിച്ച് ഇടവാളത്തുണ്ടെടുത്ത് ആ സൈഡിലൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് ഇങ്ങനെ ഒന്ന് നമുക്ക് ആ ഹോൾ അവിടെ ഉണ്ടോ നോക്കണം. പഞ്ച് ചെയ്തോണ്ട് ഉണ്ടല്ലേ പോകുന്നുണ്ടല്ലേ. ഇതൊക്കെ അഴുക്ക് കുറവാണ്. ചില വണ്ടിയൊക്കെ ഭയങ്കര അഴുക്കായിരിക്കും. വേറെ വീഡിയോ കിട്ടുതരാം. അതിനൊക്കെ കമ്പി എടുത്ത് ചെറുതായിട്ട് വലിയ കുത്തി വലിയ ഹോളാക്കാൻ നിൽക്കണ്ട. ഇച്ചിരി സൂം ചെയ്യണം. ചെറുതായിട്ട് കണ്ടിങ്ങനെ ചെറുതായിട്ട് അടവുള്ള ഡൗട്ടുള്ളത് ചെറുതായിട്ടൊന്ന് ഇത് നമ്മളെ കേബിളിൻ്റെ ഹോളുകളൊക്കെ ചെറുതായിട്ടൊന്ന് ചെറുതായിട്ട് കണ്ടിങ്ങനെ കണ്ടില്ല ഇങ്ങനെ ഹോള് കയറി 1 2 ഈ ഹോള് ചടവുണ്ട്. ചെറിയ ഹോളുകൾ ഇതിലായിട്ട് നമുക്ക് ഇങ്ങനെ ഒരേ ഹോള് പയ്യെ സമാധാനമായിട്ട് നമുക്ക് ഇങ്ങനെ ഇരുന്ന് അല്ല ഇങ്ങനെ വരണം. ഒരു ഹോളിങ്ങനെ അത് അടവായിരുന്നു. ആ ചെറിയ കേബിളിൻ്റെ തുണ്ടിട്ടത് ചെറുതായിട്ട് കറക്കിയപ്പം ക്ലിയറായി. അങ്ങനെ ഒരേ ഹോളുകൾ നമ്മളിങ്ങനെ ചെയ്യുക. അതിനകത്ത് എത്ര ഹോളുണ്ട് അത്ര ഹോൾ ചെയ്യുക. അതിനകത്ത് കണ്ട ഈ വലിയ ഹോളിനകത്ത് സ്ലൈഡർ ഇറങ്ങുന്ന ഹോളിനകത്ത് ഇങ്ങനെ ഇട്ടൊന്ന് ഒന്ന് കറക്കും. ആ സൈഡിൽ ഇരിക്കുന്ന അഴുക്കുണ്ടെ പോട്ട് എന്നിട്ട് നമുക്ക് ഇതിന് അടപ്പൊന്ന് ക്ലീൻ ചെയ്യാനുണ്ട്. അതിന് വേണ്ടിയുള്ള പ്രശ്നമുള്ള അതൊക്കെ അരി എടുക്കുക. അതിൽ ഈ പൊടിക്കൂടെ ഒന്നിങ്ങനെ ചെറിയൊരു ഹോൾ കാണുന്നുണ്ടോ? ആ ഹോൾ അടവുണ്ടെങ്കിൽ ഒന്ന് ഈ ഹോളൊന്ന് ഓപ്പൺ ചെയ്ത് കൊടുക്കണം. അട കവറിനകത്ത് ചെറിയ ഈ ഹോൾ നല്ല ഭംഗിയായിട്ടത് ക്ലീൻ ചെയ്ത് കാണാമല്ലേ. കവറിൻ്റെ ആ സൈഡിൽ ഒരു ഹോളുണ്ട്. ആ ഹോള് ഒന്ന് ക്ലീൻ ചെയ്ത് നമുക്ക് ഓട്ടോമാറ്റിക് ഈ ഹോളിൽ കൂടെ നമ്മളൊന്ന് പുഷ് ചെയ്യുമ്പോൾ ഈ ഹോളിൽ കൂടെ പെട്രോൾ വരും. വരുന്നില്ലെങ്കിൽ അത് അടവാന്നാണ് അതിൻ്റെ ഇത്. അത് അടവാണ്. നമുക്കത് ക്ലീൻ ചെയ്തെടുക്കണം. ഈ ഹോള്
അടവാണ്. അത് നമുക്ക് കറക്റ്റ് ചെയ്ത് വേണം. അത് അടവാണ്, നല്ല അടവാണ്. അത് ഇതിൻ്റെ ചോക്കിൻ്റെയാണ്, ഓട്ടോമാറ്റിക് ചോക്ക്. നമ്മൾ പെട്രോൾ അതിൽ അടവാണ്. അപ്പോൾ നമുക്ക് ഇതിനകത്തൊരു എയറൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് എയർ ചെന്ന് റെഡി. അപ്പോൾ ആ ഹോളിൽ കൂടെ പോകുന്നുണ്ടോ, കാണാമോ? അപ്പോൾ ആ ഹോള് ക്ലിയർ ആയിട്ടുണ്ട്. അപ്പോൾ അത് എല്ലാം ശ്രദ്ധിക്കണം. ആ ഹോൾ എപ്പോഴും ശ്രദ്ധിക്കണം. ഇങ്ങോട്ടെടുത്ത് ആ ഹോള് എപ്പോൾ കാറോട് ക്ലീൻ ചെയ്താലും ആ ഹോൾ നമ്മൾ ശ്രദ്ധിക്കണം. പോകുന്നുണ്ടോ? ഇങ്ങനെ പോകണം. ഇതിലെ കൂടെ വന്നു കഴിഞ്ഞാൽ ഇതിലെ കൂടെ ഇങ്ങനെ അരവ കയറണം. അപ്പോൾ ഹോൾ നമുക്ക് ഓപ്പൺ ആയിട്ടുണ്ട്. കാർബറേറ്റർ കാറുടെ നിലക്കെന്തെന്ന് ക്ലീൻ ചെയ്ത് സർവീസ് ചെയ്തിട്ടുണ്ട്. ചുമ്മാ ആ ഹോളിനകത്തെല്ലാം അടിച്ച് കഴിയിട്ടുണ്ട്. സ്വിച്ച് ഇതിൽ 3-4 പ്രശ്നങ്ങൾ നമുക്ക് വെച്ചേക്കാം. നമുക്ക് ഏതൊക്കെ രീതിക്ക് നമുക്ക് എഴുതുന്ന പറയാം. ചിലപ്പോൾ ചെറിയ പ്രശ്നമാണെങ്കിൽ ഇതിനിടയിൽ കയറും, വലുത് കയറത്തില്ല. അപ്പോൾ അതനുസരിച്ച് മേൽഭാഗം എല്ലാം കഴിവ്. ഇതൊക്കെ വലിയ പ്രശ്നമാണെങ്കിൽ മേൽഭാഗം മൊത്തം നമുക്ക് എഴുതുക. അകത്തെ കഴിവ് ഇങ്ങനത്തെ ചെറിയ പ്രശ്നം എടുത്തു കഴിഞ്ഞാൽ ഇതിനകത്തൊക്കെ ഇങ്ങനെ കയറ്റി കഴിയുക. ഇതിനകത്തൊക്കെ ഇങ്ങനെ നമുക്ക് നല്ല പ്രഷർ എടുത്തിട്ട് അകത്തൊക്കെ കഴുകുക. അത് സൈഡ് കയറുന്ന സൈഡ് നമുക്ക് നോക്കാം. ക്ലാവ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവിടെ അതിൻ്റെ ഭംഗിയായിട്ട് കഴുകി. ഇതൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയങ്ങളാണ്. നമുക്ക് ചെറിയൊരു ബ്രേക്ക് സ്വിച്ചിൻ്റെ സ്പ്രിങ്ങാണ്. ഇതൊക്കെ ഇങ്ങനത്തെ സാധനമൊക്കെ എടുത്ത് വെച്ചേക്കണം. ഇതിൻ്റെ ഇടയിലൊക്കെ ഉള്ള അഴുക്കുകളൊക്കെ ഇങ്ങനെ മണ്ണൊക്കെ ഉണ്ടെങ്കിൽ ചുരണ്ടി വൃത്തിയാക്കി നല്ല വൃത്തിയായിട്ട് നമുക്ക് കഴുകി ചെയ്യുന്ന ഭാഗം ക്ലിയറായിട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് കുഴപ്പമില്ല. തിന്നണത് ഇട്ടുകൊണ്ടാണ് ഇത്ര അഴുക്ക് നമുക്ക് പോയത്. ഇല്ലേ പോകത്തില്ലായിരുന്നു. സ്റ്റോപ്പ് മാറ്റി ചെയ്യുന്നത് വൃത്തിയായിട്ട് ചെയ്തിട്ട് കഴിഞ്ഞാൽ കുഴപ്പമില്ല കേട്ടോ. അത്ര തിന്നത് അത്ര അഴുക്ക് പോയത്. അതിനൊക്കെ ചെറിയൊരു ബോട്ടിൽ ചെറിയ ഹോളിട്ട് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ക്ലീൻ ചെയ്യാനൊക്കെ എളുപ്പമായിരിക്കും. ഒരേ ഹോളും നമ്മൾ രണ്ടിങ്ങനെ ഒന്ന് പുഷ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതിൽ അടവുണ്ടെങ്കിൽ ആ കൂട്ടത്തിൽ അഴുക്ക് അന്നേരോട് പോയിക്കോളും. അതായത് മെയിൻ ജെറ്റിൻ്റെ ആ സൈഡ്, സ്ലോസ്പോട്ട് ജെറ്റിൻ്റെ സൈഡ്, ഈ ഹോളുകളെല്ലാം ഇപ്പോൾ ക്ലീനിങ് അവസാനിച്ച് നമുക്ക് രണ്ട് കൊച്ചു കൊച്ചു സാധനങ്ങളുണ്ട്. ഇതൊക്കെ നല്ല പ്രശ്നമുണ്ട്. നല്ല ലൈറ്റായിട്ടൊന്ന് കഴുകി ഞാൻ കട്ട് ചെയ്തിട്ട് എടുക്കുന്നത്. കസ്റ്റമർ വരുമ്പോൾ നമ്മൾ കട്ട് ചെയ്തിട്ട് പോകുന്നതാണ്. അത് ആവശ്യമായിട്ട് നമ്മൾ തിരക്കി വരുന്നതാണ്. ഇങ്ങോട്ട് വയ്ക്കുക. അതുകൊണ്ട് ഇത് ആണ് നേരത്തെ കാണിച്ച സ്ലോ സ്പീഡിൻ്റെ ബോൾട്ടാണത്. സ്ലോ സ്പീഡ് അഡ്ജസ്റ്റ് ചെയ്യുന്ന അത് നമ്മൾ ടിന്നറിനകത്ത് ഇട്ടില്ലായിരുന്നു. അതാണ് കണ്ടത്. ഇങ്ങനെ ചെയ്തെടുത്താൽ മതി. അതാണ് ഞാൻ ടിന്നറിനകത്ത് ഇടാത്തത്. പിരിക്കാത്തിട്ട് പിടിക്കരുത്, ചടയായിപ്പോൾ. പിരിക്കാത്ത മാറ്റി നമ്മൾ അതിനകത്ത് ഈ സാധനത്തിനകത്തൊക്കെ അത് കഴുകി വയ്ക്കുക. ഓവർഫ്ലോ ജെറ്റ് കുഴപ്പമില്ല, അതുകൊണ്ട് മാറുന്നില്ല. ഓവർഫ്ലോ ജെറ്റിന് ഈ കാര്യം ശ്രദ്ധിക്കണം. നിങ്ങളുടെ സൂം ചെയ്യുവനെ ഇതിനകത്ത് ചെറിയൊരു
ഇങ്ങോട്ടടി എടുത്തോട്ടടി. ഇത് പോയതാണ്. അപ്പോൾ മാറണം. ഇത് നമ്മളിങ്ങനെ ആക്കി കഴിഞ്ഞാൽ സ്പ്രിങ്ങിൻ്റെ നമ്മൾ പേനയുടെ ആ ബട്ടൺ വരുന്നിടക്ക് നമുക്ക് ഇങ്ങനെ വരണം. ഇങ്ങനെ ആക്കി കഴിഞ്ഞാൽ ഇങ്ങനെ വരണം. ഇത് വരുന്നില്ല, ഇത് സ്റ്റക്കായിരിക്കുക. അപ്പോൾ നമുക്ക് ഈ ഓവർഫ്ലോ ജെറ്റ് നമുക്ക് മാറി സെറ്റ് ചെയ്യുന്നുള്ളൂ. കംപ്ലൈൻറ്റ് അതായത് നമുക്ക് ഇതിനെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ നെക്കഡ് പേന ഉണ്ടല്ലോ, അതൊക്കെ ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ വർക്കാവണം. അപ്പോൾ അത് സ്റ്റക്കായിപ്പോയി, മേപ്പോട് പൊങ്ങി വന്നില്ല. അപ്പോൾ നമ്മളത് മാറുക. ജെറ്റ് നമ്മൾ മാറിയിടും. നമ്മൾ കുപ്പിയെടുത്ത് കൊടുത്ത ഇത് എയർ സ്ക്രൂ ആണ്. എയർ സ്ക്രൂ നമുക്ക് അതിനകത്ത് ഒന്ന് ക്ലീൻ ചെയ്ത്, അപ്പോൾ ക്ലീനിങ് അവസാനിച്ച് നമുക്കിത് ഒന്ന് എയർ അടിക്കാം. എയർ അടിച്ചാൽ കംപ്ലീറ്റ് നമുക്ക് ഇതൊക്കെ നമ്മൾ പ്രശ്നമൊക്കെ തുടച്ച് ഇതെല്ലാം തുടച്ച് നമ്മൾ തിരിച്ച് ഇതിനൊക്കെ സെറ്റ് ചെയ്ത് വയ്ക്കും. ഇവിടെ ഇതിനകത്ത് സെറ്റ് ചെയ്ത് വയ്ക്കും. നമുക്ക് എയർ അടിക്കാം. ഓരോ ഹോളിനകത്ത് നമുക്കിങ്ങനെ എയർ അടിക്കും. ഇതിനകത്ത് ഈ ഹോൾ നമ്മൾ നേരത്തെ ഓപ്പൺ ചെയ്തത്, അത് അടവായിരുന്നു, ഇത് ഓപ്പൺ ചെയ്തതാണ്. നമുക്ക് ഈ ഹോള് ഓപ്പണാണ്. ഒരു ജെറ്റൊക്കെ ഒന്ന് ഇറക്കിയ നമുക്ക് പമ്പ് ഇത് നമുക്കൊന്ന് കംപ്രസർ ഉണ്ടെങ്കിൽ നമുക്ക് സുഖമാണ്. ഒരു കംപ്രസർ, ഒരു ചെറിയൊരു കംപ്രസർ വേണം. ഞാനിപ്പോൾ മേടിച്ചേ ഉള്ളൂ, ഒരു അയർ പറഞ്ഞ ഇങ്ങനത്തെ കംപ്രസർ ഉണ്ടെങ്കിൽ നമുക്ക് ഗുണം. എയർ ഫുഡ് ക്ലീൻ ചെയ്യാൻ, ഇങ്ങനെ കാർബറ്റ് ക്ലീൻ ചെയ്യാൻ പല ഗുണമാണ്. ഞാനിപ്പോൾ ഒന്ന് മേടിച്ചതേ ഉള്ളൂ. ഓരോരോ ഹോളുകൾ ഈ ഹോള് കാണുന്നുണ്ടോ? ഈ ഹോള് ഇതിലേ കൂടെ ഒക്കെ പോകുന്നുണ്ടല്ലേ, ഇതിലേ കൂടെ പോകുന്നുണ്ട്. ഹോള് അടവില്ല, ആ ഹോൾ അടവുണ്ടെങ്കിൽ ഇതിലെ എയർ പോകത്തില്ല. കണ്ട മെയിൻ ഹോള് ഇതിലേ കൂടെ ഒക്കെ പെട്രോള് പാഞ്ഞു പോകും. ഇച്ചിരി പെട്രോൾ നമ്മൾ ഇതിനെ ഒഴിക്കുക. ഇതിലൊഴിക്കാവോ? അതിലൊഴിക്കരുത്, ഇതിലൊഴിച്ച് ഇതിലടിച്ച് കളയുക. ഇതിലൊഴിച്ചിട്ട് ഇതിലടിച്ച് കളയണം. അതിൽ അളവുണ്ടെങ്കിൽ ഇതിലേ പോയിക്കോളും. ഇതിലേ ഒഴിച്ചിട്ട് ഇതിലെ അടിച്ച് കളയരുത്. ചിലപ്പോൾ ഇവിടെ എവിടെയെങ്കിലും ബ്ലോക്കായിരിക്കും, അവിടെ ഇതിലേ അടിച്ച് കളയുക. അതിനകത്ത് പിന്നെ കൊച്ചു കൊച്ചു ഹോളിനകത്തൊക്കെ നമുക്ക് സാധിക്കും. അപ്പം കാർബറ്റ് ക്ലീനിങ്ങിൻ്റെ ഇത്രയേ ഉള്ളൂ. ഇതെങ്ങനെയാണ് നമ്മൾ ഒരു വണ്ടിയുടെ കാർബറ്റർ ക്ലീൻ ചെയ്യേണ്ടത്. അപ്പോൾ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക.